ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളൊന്ന് മനോഹരമായ ഒരു വ്യൂ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ ചെറിയൊരു കുന്ന് കയറിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുന്നിങ്ങനെ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുന്നിൻ്റെ മുകളിലെത്തിയാലാണ് നമുക്ക് കാണാനുള്ള മനോഹരമായ ഒരു കാഴ്ച കേട്ടോ. അതൊരു ഒന്നൊന്നര കാഴ്ചയാണ് ഗൈസ്. നമ്മൾ ഏകദേശം കുന്നിൻ്റെ മേലെ എത്താറായിട്ടുണ്ട് കേട്ടോ. കുന്നിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുന്നിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഈ സമയത്ത് ഇവിടുത്തെ കാഴ്ച ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ നടന്നിട്ട് കുന്നിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുന്നിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ആ വ്യൂ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഗൈസ് കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. എന്ത് മനോഹരമാണല്ലേ. ഈ കാണുന്ന രണ്ട് മലകളില്ലേ, ഇതിനപ്പുറത്തൊരു മല കൂടെ ഉണ്ട്. ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മൾ അടുപ്പൂട്ടി മല എന്ന് പറയുന്നത്. അതായത് ഒരു അടുപ്പിൻ്റെ 3 മുഴകൾ പോലെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തോന്നും. അതുകൊണ്ടാണ് ഈ മലയ്ക്ക് അടുപ്പൂട്ടി മല എന്ന് പേര് വന്നെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഗൈസ്. മലയ്ക്ക് മുകളിൽ കണ്ടല്ലേ, മഴമേഘങ്ങൾ പെയ്യാനായി തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് ഇങ്ങനെ നോക്കിയാൽ അതൊരു കുഞ്ഞു മല. അതിനപ്പുറത്ത് സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുന്ന ആ ഭാഗത്താണ് ഗൈസ് മലമ്പുഴ ഡാം. ഈ മലകൾക്കപ്പുറത്താണ് ഗൈസ് വാളയാർ മലബാർ സിമൻസിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. വാളയാർ കാടുകളൊക്കെ ഈ മലകൾക്കപ്പുറത്താണ് വരുന്നത്. എന്ത് രസമാണല്ലേ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ. അവിടെ ഒരു ചെറിയ വീടുണ്ട് ഗൈസ്. പിന്നെ ചുറ്റും മലകളാണ്, കുഞ്ഞു കുഞ്ഞു മലകൾ. ഈ പാറപ്പുറത്ത് തന്നെ ഒരു അമ്പലമുണ്ട് കേട്ടോ. നമുക്കൊന്ന് അത് നോക്കാം. ഇതാ കാണുന്ന മരത്തിന് താഴെയാണ് അമ്പലം. അത് അയ്യപ്പ ക്ഷേത്രം എന്നാണ് കാണുന്നത്. അത് നോക്കാം ഗൈസ്. പഴയൊരു അമ്പലം കേട്ടോ. എന്ത് രസമല്ലേ. ഒരു അരളി മരത്തിന് താഴെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു അരളി മരത്തിന് താഴെ പള്ളിപ്പാറ ശ്രീ അയ്യപ്പ ക്ഷേത്രം ചേമ്പന കവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ ഗൈസ് അവിടുത്തെ അമ്പലം. കുഞ്ഞമ്പലമാണ്. മുന്നിലൊരു ഷെഡുണ്ട്. ഇവിടുന്ന് മലയുടെ ഭാഗം കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ അരളിമരത്തിന് താഴെയാണ് പ്രതിഷ്ഠയുള്ളത് കേട്ടോ. പള്ളിപ്പാറ ശ്രീ അയ്യപ്പ ക്ഷേത്രം. ഈ പാറപ്പുറത്ത് വരുമ്പോൾ കന്മദം സിനിമയാണ് ഓർമ്മ വരുന്നത്. മോഹൻലാലും മഞ്ജു വാര്യരും ചേർന്ന് അഭിനയിച്ച കന്മദം എന്ന സിനിമ ഏകദേശം ഈ ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ഈ പാറപ്പുറമൊക്കെ കാണുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരുന്നാൽ ഒരു ഒന്നൊന്നര വൈബാണ് ഗൈസ്. കണ്ടില്ലേ, സൂര്യൻ അസ്തമിക്കാറായി. നമുക്ക് ഈ മല ഒന്നുകൂടെ കാണാം. കാർമേഘങ്ങൾ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും പെയ്യാമെന്ന്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ലൊരു അന്തരീക്ഷമല്ലേ. അപ്പോൾ ഗൈസ്, ഈ സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മലമ്പുഴ വരികയാണെങ്കിൽ കവ ഭാഗത്തേക്ക് പോകുമ്പോൾ
ഈ സ്പോട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ വന്ന് ഈ സ്പോട്ടൊന്ന് കാണണേ. വളരെ മനോഹരമായ, നല്ല ശാന്തമായ ഒരു അന്തരീക്ഷവും മനോഹരമായ പ്രകൃതിയുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് വരുന്നവർ എന്തായാലും ഇവിടെ കയറി ഒന്ന് ആസ്വദിക്കണേ. എന്നാൽ ശരി, അടുത്തൊരു നല്ല സ്പോട്ടുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ശരി ഗൈസ്.